മാർച്ച് മാസം 18-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയും. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 16, 17, 18 3 വാക്യങ്ങൾ. അതിപ്രകാരമാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. 18-ാം വാക്യം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ലോകം ഒരു മഹായുദ്ധത്തിൻ്റെ കെടുതിയിലാണ്. അതുകൊണ്ട് ഇന്ന് ചില ആശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ചിന്തനത്തിനായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ ദൈവവും എൻ്റെ പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യവും സമാധാനവും ദൈവവചനം തരുന്ന പ്രത്യാശയും നമുക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം വായിക്കാനിടയായത്. റോമൻ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ ലോകം എൻ്റെ കഷ്ടതയിലേക്ക് കടന്നു പോകുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാൽ അവിടുത്തെ സമാധാനത്തിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സുരക്ഷിതത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ മക്കളെയും തിരഞ്ഞെടുപ്പ് ഇസ്രായേലിനെ കാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വചനം പഠിക്കുമ്പോൾ ഇതിൻ്റെ പരിശുദ്ധമായി ഞങ്ങളോടുകൂടി ഇരുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രത്യാശയുടെ ഒരു സന്ദേശം ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ആവശ്യമുള്ള ദൈവകൃപ, സമാധാനം, സുരക്ഷ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറേണ്ട കാര്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. എങ്കിലും ദൈവവചനത്തിൽ നിന്ന് ചില ആശ്വാസ വാക്കുകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നെതന്യാഹുവും ചേർന്ന് ദുഷ്ടതയ്ക്കെതിരായി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധത്തിൻ്റെ അനന്തരഫലമായി പലതരം കഷ്ടതകൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ നാം എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വ്യക്തിപരമായ വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിയേണ്ടതും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവത്തിലേക്കും തന്നെ പുത്രനിലേക്കും പരിശുദ്ധമായി തിരിഞ്ഞ് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് നമുക്ക് ചില ആശ്വാസ വാക്കുകളിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ജനനം മുതൽ മരണം വരെ മനുഷ്യവർഗം മൊത്തത്തിൽ പ്രയാസങ്ങളിൽ ബന്ധികളാണ്. ഈ പ്രയാസങ്ങളിൽ അടിമകളാണ്. എന്നാൽ ഒരു പ്രത്യാശയുടെ വിഷയം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. സമാധാനപ്രഭുവായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായി കർത്താവായി വാഴുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് സകല കഷ്ടതകളും മാറി സമാധാനവും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യും. അത് തീർച്ചയാണ്.
അതുകൊണ്ട് ഈ സമാധാന പ്രഭുവായ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ സഭയ്ക്കും വിശ്വാസികൾക്കും ഇസ്രായേലിനും പ്രയാസങ്ങളുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകം മുഴുവനും പ്രയാസങ്ങൾ ഉണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ ആശ്വാസങ്ങൾ, ദൈവം എങ്ങനെയാണ് സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വിശ്വാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മുന്നമേ പ്രവചനങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാവുന്നത് ദൈവത്തിലും ദൈവവചനത്തിലും ആകുന്നു. ഈ ബന്ധനത്തിന്, ഈ അടിമത്തത്തിന്, പ്രയാസങ്ങൾക്ക് കാരണം നമുക്കറിയാം. അത് തീർച്ചയായിട്ടും ദൈവത്തിനെതിരായിട്ടുള്ള മറുതലിപ്പാണ്. റെബല്യൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ ദൈവത്തോട് മറുതലിക്കുന്നവരാണ്. ദൈവത്തോട് ഭയമില്ല, ദൈവത്തെ ഭയക്കുന്നില്ല. കാരണം അവൻ ന്യായാധിപനാണ്, സർവാധിപതിയാണ്. അവൻ്റെ നീതിന്യായം അനുസരിച്ച് അവൻ വിധിക്കും എന്നുള്ളത് നമുക്ക് അറിവില്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ അജ്ഞത നമ്മളെ ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തോടുള്ള മറുതലിപ്പും ദൈവത്തോടുള്ള ഭയക്കുറവ് മാത്രമല്ല, വിശ്വാസ സൗജന്യമായ രക്ഷയെക്കുറിച്ചുള്ള അജ്ഞത, അതുപോലെ തന്നെ അവിശ്വാസികൾക്കുള്ള ന്യായവിധി സംബന്ധിച്ച അജ്ഞത, ഇതെല്ലാം നമ്മുടെ ഈ അടിമത്തത്തിന്, ബന്ധനത്തിന്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് അതിനൊരു പ്രതിവിധി കാണാതെ വണ്ണം നമുക്കത് നമ്മുടെ മുമ്പിൽ അത് ഭീകരമായി നിൽക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപസ്വഭാവവും കാരണങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാര്യം നാം തന്നെയാണ്. ഏറ്റവും ഉപരിയായി ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ, അവൻ്റെ പ്രലോഭനങ്ങൾ, അവൻ്റെ വഞ്ചന, തീർച്ചയായിട്ടും അവ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശത്രുവായ സാത്താൻ, ക്രൈസ്തവൻ്റെ ശത്രു, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ശത്രുവായ സാത്താനും അവൻ്റെ വഞ്ചനയും അവൻ്റെ പ്രലോഭനങ്ങളും നമ്മളെ സ്വാധീനിച്ച് നമ്മൾ അതിരൂക്ഷമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദുഷ്ടതയും ക്രൂരതയും കൊലപാതകവും അന്ത്യനാളുകളിൽ പെരുകി വരികയാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ അതിന് ആധാരമായിട്ട് എടുക്കാവുന്നൊരു വാക്യമാണ്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. മലയാളത്തിലേക്ക് അത് വേറൊരു പരിഭാഷ നമ്മൾ വായിക്കുമ്പോൾ ദുർഘട സമയങ്ങൾ വരും. അവസാന അന്ത്യനാളുകളിൽ ദുർഘട സമയങ്ങൾ വരും. നമ്മൾ വാസ്തവമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടതയ്ക്കെതിരെ ദൈവത്തിൻ്റെ ഇടപെടലാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു, സമാധാനപ്രദമായ യേശുക്രിസ്തു വന്ന് ദുഷ്ടനെ ഇല്ലാതാക്കും. അവനെ നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റും. അവനെ അകറ്റി അയക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നരകം. നരകം എന്നെല്ലാം പറയുന്നത്, ലേക്ക് ഓഫ് ഫയർ എല്ലാം നമ്മൾ പറയുന്നത്. അതുവരെ നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവവചനത്തിൽ ആശ്രയിക്കുക മാത്രമേ നമുക്ക് മുഖാന്തരമായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് നാളുകളാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധ്യം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളതിനെ പ്രതിരോധിക്കാൻ, ആ സമയത്ത് നമുക്ക് ആശ്വാസം ലഭിക്കാൻ നമുക്ക് ഇടയാകുകയുള്ളൂ. അങ്ങനെ ദൈവം ദുഷ്ടതയ്ക്കെതിരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ നാളുകളിൽ അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കയുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള ആൾക്കാരെ കാണാം. നിങ്ങളും അവരും, അങ്ങനെ 2 കൂട്ടരെ കാണാൻ പറ്റും. 5-ാം അധ്യായത്തിന് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റൊഴിയാതെ ആവതുമില്ല. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയും. ഒന്ന് അവർ, നമ്മൾ, നിങ്ങൾ, സഹോദരന്മാർ, പിന്നെ അവർ.
അപ്പം ഈ രണ്ട് കൂട്ടർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു യുദ്ധം ഈ ലോകത്തിൽ നടക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ, അത് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയും. നമ്മളൊരു കല്ല് ഒരു വെള്ളത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിരമാലകൾ പോകുന്നത് പോലെ അത് നമ്മുടെ സകലരുടെയും ജീവിതത്തിൽ അത് ബാധിക്കും. പ്രത്യേകമായിട്ടത് പ്രശ്നം കൂടുതൽ രൂക്ഷമായി ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളിലും സ്ത്രീകളിലുമാണ്. കാരണം അവർ ബലഹീനരാണ്. അതുകൊണ്ട് അവരൊരുപാട് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 തരം മനുഷ്യരെ കാണാം. ഒന്ന്, നിങ്ങൾ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ കൂട്ടരെ, അതാണ് 1-ാം വാക്യത്തിൽ സഹോദരന്മാരെ എന്ന സംബോധന ചെയ്തുകൊണ്ട് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിക്കാൻ ആവശ്യമില്ല. പിന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു കൂട്ടം വ്യക്തികളും പിന്നെ അവർക്ക് എതിരായിട്ടുള്ള നിങ്ങൾ എന്ന് പറയുന്നൊരു കൂട്ടവും. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടക്കുന്ന യുദ്ധം അതിൻ്റേതായ പൊരുൾ നമുക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ നിങ്ങൾ എന്ന് വിളിക്കുന്ന അപ്പോസ്തലന്മാർ വിളിക്കുന്ന സഹോദരന്മാർ, അവർക്ക് ചില കാര്യങ്ങൾ അറിയാം. 1-2 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സമയം, കാലം, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച അറിവ് ഉള്ളവരായിരുന്നു. സമയം, കാലം, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച അറിവ്, 3 കാര്യങ്ങളുള്ളവരാണ്. അപ്പം ഈ കാലങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇത് അന്ത്യകാലമാണ്, ദുർഘട സമയങ്ങളുടെ സമയമാണ്. ദുഷ്ടൻ ശക്തമായി അവൻ്റെ അവസാന നാളുകൾ വരുന്തോറും കൂടുതൽ ശക്തി പ്രാപിച്ച് മനുഷ്യനെ കൊല്ലുകയാണ്. ഈ കാലം, ഈ സമയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ആശ്വാസമായിട്ടുള്ള നമ്മുടെ പ്രത്യാശയുടെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരന്മാരെ സംബോധന ചെയ്യുന്ന ആ വ്യക്തികൾ അവർ വിശ്വാസികളാണ്. അവരെക്കുറിച്ച് 5-ാം വാക്യത്തിൽ പറയുന്നത് വെളിച്ചത്തിൻ്റെ മക്കൾ, പകലിൻ്റെ മക്കൾ. വായിച്ചു കേൾപ്പിക്കുക, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു എഴുതിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടര്. എന്നാൽ മറുഭാഗത്ത് 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 തെസ്സലോനിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അത് പരമപ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വാക്യമാണ്. നാം ഉണർന്നിരുന്നാലും നാം സഹോദരന്മാരായ വിശ്വാസികളെ അയക്കുന്നവരോട്, വെളിച്ചത്തിൽ പകലിൽ ജീവിക്കുന്ന അവരോട് പറയുകയാണ്, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നമ്മളെ നിയമിച്ചിരിക്കുന്നത്. അപ്പം ഈ കൂട്ടരെ, ഈ സഹോദരന്മാരായ കൂട്ടരെ കുറിച്ച് ദിവസവും പറയുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട കാര്യം, നമ്മൾ രക്ഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ടവരല്ല, ഈ ക്രൂരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ല എന്ന് നമുക്ക് പ്രത്യാശയുടെ വചനങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാളുകളിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച, രക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ കാലങ്ങളെയോ സമയങ്ങളെയോ ദുഷ്ടതയെയോ മനസ്സിലാക്കാതെ അതിൽ അകപ്പെട്ട് നമ്മൾ പ്രശ്നത്തിലേക്കാവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ ഈ കൂട്ടർ, ഈ സഹോദരന്മാരെ സംബന്ധിച്ച്, ഈ സഹോദരവർഗത്തിന്, ഈ വിശ്വാസ സമൂഹത്തിന്, വെളിച്ചത്തിലുള്ള പകലിലുള്ളവർക്ക്, രക്ഷകെ നിയോഗിക്കപ്പെട്ടവർക്ക് വിശ്വാസം, സ്നേഹം, രക്ഷയുടെ പ്രത്യാശ, അതുപോലെ സുബോധം ഉള്ളവർ ആയിരുന്നു. ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ. നമ്മൾ അപ്രകാരമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ
വാക്യം, അതിൻ്റെ 8-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. നാമോ പകലിന് ഉള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരശസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പോൾ ഈ ഗുണങ്ങൾ, സ്നേഹം, വിശ്വാസം, അതുപോലെ രക്ഷയുടെ പ്രത്യാശ, സുബോധമുള്ളവരായിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ യുദ്ധഭീതികളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ 5-ാം വാക്യത്തിൽ അവർ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, വേറൊരു കൂട്ടരുണ്ട്. അവരെക്കുറിച്ച് ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടത് ആവശ്യമുണ്ട്. 3-ാം വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റൊഴിയാനാവതുമില്ല. പെട്ടെന്ന് സമാധാനം, സുരക്ഷ, സമാധാനം എന്നവർ പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ തീർച്ചയായിട്ടും ആ പ്രസവവേദന വന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അവൾക്ക് സന്തോഷമുണ്ടാകും. അപ്പം അങ്ങനെ ഒരു നമ്മൾ ഈ ലോകം, ഈ ദുഷ്ടൻ നിമിത്തം ദുഷ്ടതയിൽ അകപ്പെട്ട് അത് പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശാവിഷയം ദൈവവും ദൈവവചനവും ദൈവത്തിലെ പറഞ്ഞിരിക്കുന്ന തന്നോടടുത്ത, തന്നിൽ വിശ്വസിച്ച, തൻ്റെ പ്ലാനും പദ്ധതിയോട് യോജിച്ച അവർക്കുള്ള സമാധാന സന്തോഷമാണ് നമ്മുടെ വകയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും ലോകത്തിന് കൊല വിളിച്ചുകൊണ്ടിരുന്ന, ലോകത്തിന് അമേരിക്കയ്ക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അതാണ് ആ രാജ്യത്തിൻ്റെ പേര്. അവർ തന്നിട്ട പേരാണത്, ഞാൻ പറഞ്ഞുണ്ടാക്കിയ പേരല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അവർ ലോകത്തിന് കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അമേരിക്കയ്ക്കെതിരായി കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലിനെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അവർ ഈ ലോകത്തിൻ്റെ മാപ്പിൽ നിന്ന് ഇല്ലാതെയാക്കും എന്ന് അവർ കൊലവിളിക്കുന്നവരാണ്. അവർക്കെതിരായിട്ട് അവരുടെ പ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലം ലഭിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം നേരിട്ട് ഈ കാര്യങ്ങൾക്ക് അത് ചെയ്യാൻ പോകുന്ന കർത്താവ് യേശുക്രിസ്തു സമാധാനപ്പെടുത്തി വരുമ്പോഴാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ദൈവം തൻ്റെ മിത്രങ്ങളെ ഉപയോഗിച്ച് ചെയ്യാം, ശത്രുവിനെ നിഗ്രഹിക്കാം. അങ്ങനെ ദൈവത്തിന് ഒരുപാട് പരിപാടിയുണ്ട്. ദൈവം വലിയൊരു ചെസ് പ്ലെയർ ആണെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. ദൈവത്തിൻ്റെ മൂവ് അത് വിജയത്തിലേക്കുള്ള ഒരു നീക്കങ്ങളാണ്. അതിലൊരു കരുനീക്കം, ശക്തമായൊരു കരുനീക്കം ഈ അന്ത്യനാളുകളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു മഹായുദ്ധം തന്നെയാണ്. ഗലാത്യ ലേഖനം. അപ്പം ഇങ്ങനെയുള്ള ഈ ദുഷ്ടതയ്ക്കെതിരായിട്ട് പ്രതിഫലമുണ്ട്, അതിനിടയ്ക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വാക്യം ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കെല്ലാം ഓർത്തിരിക്കേണ്ട വാക്യങ്ങളാണിത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇപ്രകാരമാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്: വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അമേരിക്കയ്ക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട്, ലോകത്തിനെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കൊലവിളി നടത്തിയ അവർക്ക് ഇന്ന് അവർ വിതച്ചത് കൊയ്യുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ദൈവവചനത്തിലേക്ക് തിരിയുക, തൻ്റെ പുത്രനിൽ വിശ്വസിച്ച് അവനെ ചുംബിക്കുക എന്ന് പറയുന്നത്, അവനെ ചുംബിച്ച് അവനെ വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം തന്നെയാണ്. ഗലാത്യ ദിനം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൈവം കണക്ക് തീർക്കുന്ന പ്രമാണമുണ്ട്. അത് വിശ്വാസിക്കും സംബന്ധമാണ്. വിശ്വാസിക്കും. നമുക്ക് പാപക്ഷമം ലഭിച്ചു, അതുകൊണ്ട് യേശുക്രിസ്തു നമ്മൾ സ്വർഗത്തിൽ പോകും. എന്നാൽ നാം ദുഷ്ടത ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് ദൈവം നമ്മളെ വിധിക്കും. അത് ഈ ലോകത്ത് വിധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ വിശ്വാസികളെയും അവിശ്വാസികളെയും
ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് കണക്ക് തീർക്കുന്ന നാടുകളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം കണക്ക് തീർക്കുന്ന ഒരു പ്രമാണത്തിൽ അത് വ്യക്തിയായാലും ഇൻഡിവിജ്വൽ ഒരു ഫാമിലി കുടുംബമായാലും രാഷ്ട്രമായാലും ദൈവത്തിൻ്റെ കണക്ക് എങ്ങനെയാണ്? ദൈവം വ്യക്തികളോട് കണക്ക് ചോദിക്കുന്നു, കുടുംബങ്ങളോട് കണക്ക് ചോദിക്കുന്നു, രാഷ്ട്രങ്ങളോട് കണക്ക് ചോദിക്കുന്നു. ഇന്ന് രാഷ്ട്രം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവർ ചെയ്ത ദുഷ്പ്രവർത്തികൾക്കെതിരായിട്ട് ദൈവം ഇന്ന് കണക്ക് തീർക്കുകയാണ്. ഇത് എത്ര നാൾ നിൽക്കും? ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? നമുക്ക് ആശ്രയിക്കാവുന്ന ദൈവം മുന്നമേ പറഞ്ഞ പ്രവചനങ്ങൾ മാത്രമാണ്. പ്രവചനങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചില ഉത്തരങ്ങൾ നമുക്കുണ്ട് എങ്കിലും അത് എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് 100% ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ദുഷ്ടതയ്ക്കൊരു പരിഹാരമുണ്ടാകും, ഇസ്രായേലിന് സമാധാനമുണ്ടാകും, അവരിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടും, അവർ മുഖാന്തരം ലോകം അനുഗ്രഹിക്കപ്പെടും, അവരോട് സമാധാന ശ്രമം നടത്തുന്ന രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനൊക്കെയുള്ളൊരു വലിയൊരു കരുനീക്കമാണ് ദൈവം ഈ കാലങ്ങളിൽ ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധം എന്നുള്ള ആ മഹാഭീകരമായ കാര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ചില കഷ്ടങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പാഷണ്ഡ ദുരുപദേശങ്ങളുടെ തിക്ത അനുഭവങ്ങളാണ് ലോകം കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ. പാഷണ്ഡ ഉപദേശങ്ങൾ, ഹെറസീസ് നമ്മൾ പറയും. ദൈവത്തിനെതിരായിട്ട്, ദൈവത്തിൻ്റെ വചനത്തിനെതിരെ, ദൈവത്തിന് ക്രിസ്തുവിനെതിരായിട്ട്, ദൈവത്തിന് സഭയ്ക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾ ക്രൈസ്തവർക്കെതിരായിട്ട് ഉള്ള വലിയൊരു പാഷണ്ഡ ഉപദേശങ്ങൾ ആണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം ഈ ലോകത്തിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായി നടന്ന കാര്യത്തിൽ ട്രംപ് ഇടപെട്ടു, അവിടെ ബോംബിട്ടു. അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം, അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഞാൻ പലവട്ടം നമ്മുടെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ് LR എന്ന ഒരു പുരോഹിതൻ അമേരിക്കയിലെ പള്ളിയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് കാത്തലിക് വേഴ്സസ് ഓർത്തഡോക്സ്. നിങ്ങൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അതിനത് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊരു പാഷണ്ഡ ഉപദേശമുണ്ട്, ഒരു ദുരുപദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ഇന്നും തീരാതെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അതുപോലെ വേറെ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, ദുഷ്ടരാഷ്ട്രങ്ങൾ. അവരൊക്കെ എല്ലാം ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സംഡേ പേഡേ, അവരെ പ്രവർത്തിക്കത്തോണം അവരെ ഈ ലോകത്തിൽ നിത്യന്യായവിധിയല്ല, ഈ ലോകത്തിൽ വെച്ചാൽ അവരുടെ ദുഷ്ടതയ്ക്ക് ദൈവം പകരം തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമുള്ള കാര്യമില്ല. ദോഷത്തിന് മൂല കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ദുഷ്ടൻ ഇപ്രകാരം ചെയ്യുന്നത്. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കണം. 1 തിമോത്തിയോസിൻ്റെ ലേഖനം അതിന് 3-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത് അധ്യക്ഷനെ കുറിച്ചാണ്. സഭയുടെ അധ്യക്ഷൻ, ആ അധ്യക്ഷൻ എന്നുള്ള വാക്കിന് മെത്രാൻ, ബിഷപ്പ് എന്നെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തും ആകട്ടെ, ഒരു സഭയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി, ഒരു നേതാവ് എന്നുള്ള നില അവനെ സംബന്ധിച്ച് പറയുമ്പോൾ മെത്രാൻ ഒരിക്കലും എന്താകരുത്, അവൻ 3-ാം അധ്യായത്തിൽ മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബം നന്നായി ഭരിക്കുന്നവനായി. ദ്രവ്യാഗ്രഹം നമുക്കറിയാം. 1 തിമോത്തിയുടെ 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളും നമ്മൾ വായിക്കും. നമുക്കറിയാം ദ്രവ്യാഗ്രഹമാണ് എല്ലാ ദുഷ്ടതയുടെയും മൂലകാരണം. ദിസ് റൂട്ട് ഓഫ് ഈവിൾ ഈസ് ലവ് ഓഫ് മണി, നോട്ട് മണി ഇറ്റ്സ് ലവ് ഓഫ് മണി. അപ്പം അതുകൊണ്ട് ഇത് ക്രൈസ്തവ സഭ അധ്യക്ഷൻ മെത്രാൻ എന്നുള്ളവരുടെ ഒരു ഗുണമായിരിക്കണം ഒരു ദ്രവ്യാഗ്രഹികൾ ആഗ്രഹിക്കരുത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ ദ്രവ്യാഗ്രഹം കൊണ്ടാണ് സഭകളുണ്ടാകുന്നത്. എല്ലാം പണവും സൗകര്യങ്ങളുള്ള വലിയ രാഷ്ട്രങ്ങളെ സ്പോൺസേഴ്സാണ് നമ്മുടെ നാട്ടിലെ ഈ ക്രൈസ്തവരെന്ന് പറയുന്നത്. പക്ഷേ ക്രൈസ്തവരാണോ? അല്ല, ഒരു ധനം മോഹിച്ച് നമ്മുടെ നാട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 1 തിമോത്തിയോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്.
ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടടന്ന ബഹുദുഃഖങ്ങളിൽ അധീനരായി തീർന്നിരിക്കുകയാണ്. ഇതാണ് സഭകളിൽ നടക്കുന്നത്. സഭ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭയുടെ നിർവചനമല്ല. നാമധേയ ക്രൈസ്തവര് അവരുടെ കാര്യം പറയും, ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള സഭകൾ. അപ്പം അതാണ് ദുഷ്ടതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ടതയുടെ പിന്നിലുള്ളത് ദൈവഭയമില്ല, ദൈവത്തെ അറിയത്തില്ല, രക്ഷ അറിയത്തില്ല, വിശ്വാസം എന്താണെന്ന് അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല, ക്രിസ്തു അറിയത്തില്ല. അജ്ഞതയിലുള്ള ജീവിതമാണ്. അതുപോലെ അതിന് കൂട്ടത്തിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ദ്രവ്യാഗ്രഹം, അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അങ്ങനെ ഈ ദൈവിക പ്രമാണങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രൈസ്തവ ജീവിതം എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിച്ചു. ക്രിസ്തു ആരാണ്? ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതാണ്. അവൻ വന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്ത് പിന്നെ വലത്ത് പോകാതിരിക്കുകയാണ്. നമുക്കൊണ്ട് ഇന്ന് മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സ്വർഗവുമായിട്ടുള്ള ഈ ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ദൈവിക പ്രമാണങ്ങളിൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ വിതച്ചത് കൊയ്യും. ദുഷ്ടത വിതച്ചാൽ ദുഷ്ടത കൊയ്യും. ദ്രവ്യാഗ്രഹം ആഗ്രഹിച്ചാൽ ദ്രവ്യം കിട്ടും. പക്ഷെ അതോടുകൂടി നമ്മുടെ ആത്മീയ ജീവിതവും രക്ഷയും എല്ലാം നമുക്ക് അത് അറിയാതെ പോകാം എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുടെ വചനം ഒരിക്കൽ കൂടി വായിച്ച് ഇന്നത്തെ സന്ദേശം നമുക്കൊരു ആശ്വാസം നൽകുന്ന സന്ദേശം ആയി നമുക്ക് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ച് നമുക്ക് സമാധാനമേ പിരിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള 18 മുതൽ 22 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അങ്ങനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമാത്രം വരെ. അതുകൊണ്ട് എന്ന് വെച്ചാൽ ദൈവം ചെയ്തൊരു കാര്യമാണത്. മുന്നമേ അറിയാവുന്ന ദൈവം നമ്മുടെ ഗുണത്തിനായിട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മളിന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അത് ഗുണമാണ്. അതുകൊണ്ട് ആ ഒരു കഷ്ടത അതുകൊണ്ട്. എന്നാൽ പ്രത്യാശയുടെ വചനങ്ങൾ കർത്താവ് വരും, നമ്മൾ കൊണ്ടുപോകും, സമാധാനത്തിന് വരും, അവൻ ഈ ലോകത്തിൽ സമാധാനമായി 1000 ആണ്ട് വാഴുമെന്നുള്ള പ്രത്യാശ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രത്യാശയുടെ വചനങ്ങൾ വായിച്ച് പ്രത്യാശയുള്ളവരായിട്ട്, സമാധാനമുള്ളവരായിട്ട്, സ്നേഹവും വിശ്വാസവും ഉറപ്പുമുള്ളവരായിട്ട് നമുക്ക് മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ സംഭവബഹുലമായ ലോകത്തിൽ ദുഷ്ടൻ പെരുകി വരുന്ന, ദുഷ്ടനെതിരായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന ഈ നാളുകളിൽ അവിടുത്തെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് അടികൾ അപേക്ഷിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി സമാധാനം നൽകണമേ, അവർക്ക് വേണ്ടി ബലം നൽകണമേ. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ സഹായിക്കണമേ. ലോകത്തിലെ സമാധാനവും ഇസ്രായേലിൻ്റെ ഐശ്വര്യവും വരുവാൻ തക്കവണ്ണം, ഇസ്രായേലിൻ്റെ ഐശ്വര്യത്തിൽ നിന്ന് ഞങ്ങൾക്കും പങ്കിടുവാൻ തക്കവണ്ണം, ലോകം പങ്കിടുവാൻ തക്കവണ്ണം, സമാധാനം ആയിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ചേർന്ന് പോകുവാൻ തക്കവണ്ണം
നാളുകൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ പ്രമാണങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. കർത്താവേ, ആ പ്രമാണങ്ങൾ പാലിച്ച് ഞങ്ങൾ വിശ്വസ്തരായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾ സഹായിക്കണമേ. പ്രത്യാശയുടെ ജീവിതത്തിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.